സുഗതനുള്ള നിയമോപദേശമാണ്. പക്ഷെ കൊടുത്തിരിക്കുന്നത് ഈ UDF സർക്കാരിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണെന്നുള്ളതാണ് അതിന്റെ കൗതുകം. കാരണം അദ്ദേഹം സുഗതൻ ഒരു കാര്യം ചോദിച്ചു, അതായത് ഈ കരുതൽ തടങ്കൽ ാണല്ലോ അദ്ദേഹം ഈ സുഗതനുള്ളത് കാപ്പ കേസ് പ്രതി എന്നുള്ള നിലയ്ക്കുള്ള കരുതൽ തടങ്കലിലാണ്. അപ്പോ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന. കത്തിലെ ആവശ്യം അതാണ്. നമ്മൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് ഒരു കത്ത്, എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു, പരോളെന്നല്ല വേറെ എന്തെങ്കിലും ഒരു ആവശ്യം കത്ത് കൊടുത്താൽ നടക്കും, നടക്കില്ല. ഇതിനപ്പുറം ഒരു നിയമോപദേശം നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടിയ ചരിത്രമില്ല. പക്ഷെ ഇവിടെ വളരെ കാര്യമായ ഒരു നിയമോപദേശം കൊടുത്തിരിക്കുകയാണ്. ഒരു AGയുടെ റോൾ, സുഗതന്റെ AGയുടെ റോൾ എടുത്തുകൊണ്ട് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ഉപദേശം: മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അവധിക്ക് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിലിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം അയോഗ്യതയിൽ നിന്നും സുരക്ഷിതമായിരിക്കുമെന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു. വിശ്വസ്തയോടെ നമിത ടി, അണ്ടർ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി. എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒരു ട്രോൾ ഉണ്ടല്ലോ, ഒരു മീം ഉണ്ടല്ലോ, അങ്ങനെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അതെ അതെ, അതാണ് അവസ്ഥ. അതായത് ഇത് ആഭ്യന്തര വകുപ്പാണ് സുഗതന് നിയമോപദേശം കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തൂ എന്നുള്ളത്. ഇതാണ് ആയുധമായിട്ട് ഇന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് VV രാജേഷ് അടക്കം എടുത്തുയർത്തി കാണിക്കുന്നത്. അതാ ആഭ്യന്തര വകുപ്പ് തന്നെ ഇതാ ഇങ്ങനെ ഒരു കത്ത് നൽകിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ പാലിച്ചിരിക്കുന്നത്. അതായത് കാപ്പ കേസ് പ്രതിയായ ഒരു BJP കൗൺസിലർക്ക് UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ ഇങ്ങനെ നിയമോപദേശ രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ്.